കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ലൈഫ് കമ്മ്യൂണിറ്റി ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഒരു അനുഗ്രഹമായി കരുതുന്നു. ഈ സന്ദേശങ്ങൾ മുഖാന്തരം അനേകർക്ക് അനുഗ്രഹമായി മാറുന്നു എന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയാണ്. നമ്മുടെ കമൻറ്റുകളിലും മറ്റും പേഴ്സണലി ആയിട്ട് ധാരാളം ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ധാരാളം. നമ്മൾ എല്ലാറ്റിനും മറുപടി പറയാനായിട്ട് സമയം ലഭ്യമാകാറില്ല. അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ മിക്കവാറും ഒക്കെ ഒരു 3, 4, 5 വീഡിയോസ് ഡെയിലി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കുന്ന ആത്മാർത്ഥമായ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് ചോദിച്ച ചോദ്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 21 കാണുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആളുകളുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. കർത്താവിന്റെ മടങ്ങിവരവിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്കൊക്കെ ശേഷം നമ്മളിന്ന് കാണുന്ന ഈ ഭൂമിയെല്ലാം കത്തിപ്പോകുമെന്നും അതിന് അവരെടുക്കുന്ന വാക്യം, മൂലപദാർത്ഥങ്ങൾ വെന്തെരിയും, ഭൂമിയും അതിൻ്റെ ആകാശം കുടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ അതിൻ്റെ പണിയെല്ലാം വെന്തു പോകും, ഭൂമിയെല്ലാം കത്തി അങ്ങ് തീരും. മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം, ഈ സോളാർ സിസ്റ്റം മൊത്തവും പൊളിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന പഠനങ്ങളുണ്ട്. അത് ഏത് വാക്യം വെച്ചിട്ടാണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ തന്നെ ചോദിച്ചത്, ഈ ആകാശവും ഭൂമിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. അപ്പം അദ്ദേഹം ചോദിച്ചത് സമുദ്രമില്ല. അപ്പം നമ്മൾ ഇന്ന് ധാരാളമായിട്ടുള്ള ഓഷ്യൻസ് നമുക്കുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇങ്ങനെ ധാരാളം സമുദ്രങ്ങളുണ്ട്. ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. അപ്പം ഈ സമുദ്രങ്ങളെല്ലാം ഇല്ലാതെയായി പോകും. അപ്പം അന്ന് പുതിയ ഒരു ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. അന്ന് ആ ഭൂമിയിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകൾ താമസിക്കും. പിന്നെ എന്താ ഈ പറയുന്ന ഈ അന്ന് സമുദ്രമില്ല, സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാട് അതിന്റെ വിളക്കാകും. അപ്പം സൂര്യനില്ല എന്ന് പറയുന്നത് ലിറ്ററിലും, ചന്ദ്രനില്ല എന്ന് പറയുന്നത് ലിറ്ററിലാണ്. കുഞ്ഞാട് വിളക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞാട് വിളക്കുമില്ലിരിക്കും, അത് ലിറ്റർ ആവത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് ജനങ്ങളെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. സൂര്യനില്ല, ലിറ്ററലി സൂര്യനില്ല, ലിറ്ററലി ചന്ദ്രനും ഇല്ല. കുഞ്ഞാട് അതിന്റെ വിളക്ക. കുഞ്ഞാടിന് ഇങ്ങനെ തിരി കത്തിച്ച് എണ്ണ ഒഴിച്ച് കത്തിക്കുമോ നമ്മൾ ചോദിച്ചാൽ അത് അങ്ങനൊന്നുമല്ല. അത് പ്രകാശം കൊടുത്തോണ്ടിരിക്കും. യേശുക്രിസ്തു ആയിരിക്കും ഇങ്ങനെ ഭൂമി മൊത്തം പ്രകാശിക്കുന്ന പ്രകാശം എന്നൊക്കെയുള്ള രീതി വേണം നമുക്ക് വ്യാഖ്യാനിക്കും. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി? ഞാൻ ഒരുപാട് നാളുകളായി പറയാറുണ്ട്, ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ആകാശവും പഴയ ഭൂമി എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പഴയ ആകാശവും പഴയ ഭൂമി എന്ന് പറയുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് വളരെ സിമ്പിൾ മനസ്സിലാക്കേണ്ടത്, ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന ഫിസിക്കൽ യൂണിവേഴ്സ് അല്ല. അത് ഫിസിക്കൽ യൂണിവേഴ്സ് ആണെങ്കിൽ ആ ദൈവം തമ്പുരാന്റെ സൃഷ്ടി പൊട്ട സൃഷ്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നിരീശ്വരവാദിയല്ല. ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനാൽ ദൈവത്തിന്റെ പുത്രനായി മാറാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഫിനിഷ്ഡ് വർക്ക് ആൻഡ് ഐ ബിലീവ് ഇൻ ദ ബൈബിൾ. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മൊത്തം പ്രപഞ്ച സൃഷ്ടിയുടെ അധ്യായമാണെങ്കിൽ ആ ദൈവത്തിന് ഒരു ബോധവും പൊക്കണോ ഇല്ലാതാണ് സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആദ്യം ആകാശം സൃഷ്ടിച്ചു, പിന്നെ ഭൂമി സൃഷ്ടിച്ചു. ഈ ആകാശം എന്തുവാന്ന് ആർക്കും അറിയത്തില്ല. അതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ശൂന്യമായ ഒരു സ്പേസ് ആണ്. ആകാശം എന്ന് പറയുന്നത് കുടയാണെന്നും അതൊരു എന്താ പറയുന്നത്, ഇങ്ങനെ കമാനമാണെന്നൊക്കെയുള്ള ധാരണയിൽ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ദൈവം ആകാശം എന്താ സൃഷ്ടിച്ചു? അപ്പൊ വാസ്തവത്തിൽ ആകാശവും ഭൂമി എന്ന് പറയുന്നത് ഓൾഡ് ഗവനന്റ് സിസ്റ്റം. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഉൽപ്പത്തി തുടങ്ങിയിട്ട് അന്ന് അവസാനം വരെ കാണാൻ പറ്റും. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് യെശയ്യാവ് മേളത്തെ ആകാശത്തോടും ഭൂമിയോടാണോ സംസാരിച്ച്? അല്ല. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് നമ്മുടെ മോശസ് പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തോടും ഭൂമിയോടും സംസാരിക്കുന്നു.
ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ നീങ്ങി പോകത്തില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം ആകാശവും ഭൂമിയും എന്ന് പറയുമ്പോൾ അത് ലിറ്ററൽ ആകാശവും ലിറ്ററൽ ഭൂമിയുമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണ് ഈ ആകാശവും ഭൂമിയും. ഇത് ഓൾഡ് കവനന്റ് ലാംഗ്വേജ്. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പ്ലേസസ്, അത് ദേവാലയമുണ്ട്, മഹാപുരോഹിതനുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അവരുടെ റലമാണ് ഈ ആകാശം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ, ദേവാലയം സംബന്ധിച്ചതാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ സാമാന്യ ജനം, മനുഷ്യകുലം, അവരുടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ ആകാശ ഭൂമി എന്ന് പറയുമ്പോൾ ഇതവരുടെ ദൈവികമായ ക്രമം. ദേവാലയം, ദേവാലയത്തിലെ ജനത, പുരോഹിതന്മാർ, ആരാധനയ്ക്ക് കടന്നു വരുന്ന ജനം. അപ്പൊ അവരുടെ ഭൂമി, അവരുടെ സ്വർഗം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ 1000 വാനഗോളത്തിനപ്പുറത്തുള്ളതൊന്നുമല്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആലയം, അവന്റെ സ്വർഗം എന്ന് പറയുന്നത് അവന്റെ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അപ്പം സ്വർഗത്തിലേക്ക് നോക്കി നിന്റെ ജനത്തോട് ജനം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് പോലും നമുക്ക് കാണാനായിട്ട് പറ്റും. ബാബിലോണിലായിരുന്ന ദാനിയേൽ പ്രവാചകൻ തന്റെ പ്രാർത്ഥനാ സമയത്ത് കിഴക്കോട്ടുള്ള വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന കാണാനായിട്ട് പറ്റും. കാരണം അവിടെയാണ് അവർ സ്വർഗത്തെ കാണുന്നത്. നമ്മളാണ് സ്വർഗത്തെക്കുറിച്ച് ഈ ഗ്രീക്ക് ഫിലോസഫി തലേക്ക് വന്നു കയറി വേറെ എവിടെയോ ഉണ്ട്, അദർശ്യ മണ്ഡലമാണ്, അങ്ങനെ ഞാനത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ മെറ്റാഫിസിക്കൽ പ്ലേസസ്, ഹെവൻ ഈസ് എ റിയൽ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ബട്ട് അത് 1000 വാനഗോളത്തിന്റെ അപ്പുറത്താണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ദാറ്റ് ഇസ് എൻ ഇൻവിസിബിൾ പ്ലേസ്. സോ ഹെവൻ, കാരണം എബ്രായ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ സീയനും 1000 ദൂതന്മാരുടെ സർവ്വസകത്തിനും സിദ്ധന്മാരായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് മുമ്പിൽ പറയുന്നുണ്ട്, പുത്തൻ യെരൂശലേമിന് അരികിൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സോ ക്ലോസ് ടു us. നമ്മുടെ കൂടെ അന്നത്തെ നൂറ്റാണ്ടിലെ ചർച്ച് ഇതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. യു ആർ നോട്ട് എൻഡേർഡ്, ബട്ട് യു ആർ വെരി ക്ലോസ് ടു ദി സോൾ സ്പിരിച്വൽ റിയാലിറ്റി. സോ ഹെവൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈസ് എ ഡയമെൻഷൻ. ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് 3D വേൾഡിലാണ്. ഹെവൻ എന്ന് പറയുന്നതൊക്കെ അബൌവ് ദ ഡയമെൻഷൻ. സോ നമുക്ക് ആ കണ്ണുകൊണ്ട് കാണാനോ നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ഭാഷകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ഹെവൻ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അതിനെക്കുറിച്ച് യേശുക്രിസ്തു ഒന്നും കൂടുതൽ സംസാരിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ സംസാരിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആള് അത് സംസാരിക്കാത്തതാണ് അതിനകത്ത് മഹാത്ഭുതം. പിന്നെ നമ്മുടെ ചില അച്ചച്ചന്മാർ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ പോയിട്ട് വരുന്ന വിസിറ്റേഷൻ കണ്ടിട്ടുണ്ട്, നരകം പോയി വിസിറ്റ് ചെയ്യുന്നു. ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് എത്ര വലിയ ശ്രേഷ്ഠൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ പ്രവാചകം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. കാരണം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് വല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു മാസ്മരികമായ അനുഭവത്തിൽ ഒരു മതഭ്രമം വന്ന് സ്വപ്നം കണ്ട് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നമായിരിക്കും. പിന്നെ ഞാൻ സ്വർഗം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ചില ആളുകൾ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ അവിടെ ആയിരുന്നു, കുറെ മണിക്കൂറുകളായിരുന്നു. പിന്നെ ഹെവൻലി വിഷൻസ് ദൈവം കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊരു തന്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. അവരെ നല്ല ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കി കളി. അവർ സ്വർഗത്തിലല്ല പോയെന്നും എന്തോ ഒരു മതിഭ്രമത്തിൽ പോയതാണെന്നേ മനസ്സിലാകും. പിന്നെ അവിടെ പോയി ഞാൻ മീൻ വറുത്ത് നിന്നെന്നും പിന്നെ അവിടെ റോസാപ്പൂ ഉണ്ടെന്നും അവിടെ തെറ്റിപ്പൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചില മലയാളി പെണ്ണുങ്ങളും ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഇതിനെല്ലാം കൂടെ നല്ലൊരു ഷോക്ക് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ ഇവരുടെ ദർശനം എന്ന് എനിക്ക് പറയുന്നുള്ളൂ. കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആള് പോലും അത് സംസാരിച്ചിട്ടില്ല. കാരണം അന്നത്തെ ഏറ്റവും വലിയ മതനേതാവായിരുന്ന, വേദപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പോയി ഭൂമിയിലെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവും, പിന്നെ സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവും. സോ കർത്താവിന് അറിയാതെ ലാംഗ്വേജ് ആ വിഷയം ഇവിടെ തന്റെ ഭാഷയിൽ മനുഷ്യന്റെ മനസ്സിന് മനസ്സിലാകുന്ന നിലയിൽ അവതരിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പം സ്വർഗം ഭൂമി എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലിരിക്കും. അപ്പം ആകാശവും ഭൂമി എന്ന് പറയുന്നത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ഇത് ലിറ്ററൽ അല്ല. ഇത് മനസ്സിലാക്കാൻ PhD ആവശ്യമൊന്നുമില്ല. വാലിന്റെ മുമ്പിൽ, പേരിന്റെ മുമ്പിൽ ഒരു വാലും പിന്നെ പേരിന്റെ പുറകിൽ കുറച്ച് നീണ്ട വാലിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ബുദ്ധി ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ജനങ്ങൾക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. അതിന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി. ചിലവ് നട്ടില്ലയോ, അവന്റെ ജീവിതകാലത്തും അത് മനസ്സിലാവത്തില്ല. എന്താ മനസ്സിലാവത്തില്ല? കാരണം എന്ന് പറഞ്ഞാൽ നീ പറയുന്ന പൊട്ടത്തരം മനസ്സിലാവത്തില്ല. അത് പറയുക കാര്യം. അപ്പം നമ്മൾ പറയുന്ന മണ്ടത്തരമാണെന്ന് നമുക്കറിയാം. അത് മറ്റുള്ളവർ അത് അങ്ങനെ ധരിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് ഈ പുസ്തകം മനസ്സിലാവുന്നില്ല എന്ന് അങ്ങ് പറയിപ്പിക്കും. പിടികിട്ടിയോ? അതായത് ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതിനപ്പുറത്ത് സത്യമില്ലെന്ന് നീ ഒരിക്കൽ പോലും അതിനപ്പുറത്ത് ചിന്തിക്കാൻ പാടില്ല എന്ന് നിനക്ക് ധാരണ വരുത്തേണ്ടതിന് നിനക്കിത് മനസ്സിലാവത്തില്ലെന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കൃത്യമായ നിലയിൽ വായിക്കുന്ന ഒരു സാധാരണ വിശ്വാസിക്ക് വിശുദ്ധ ബൈബിൾ ഒരു 75% നന്നായിട്ട് മനസ്സിലാവും.
പിന്നെ അവിടുത്തെ ഭാഷാപ്രയോഗങ്ങൾ എന്താണെന്നുള്ളതും പിന്നെ അവിടുത്തെ വാക്കുകൾ എങ്ങനെ ഉണ്ടായെന്നുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ അത് മറ്റു ഇതര ഭാഷകളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അല്പം ഒരു 25% നമ്മൾ ആ മേഖലയിലൂടെ പോയെങ്കിൽ മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇവിടെ ആകാശം ഭൂമി എന്ന് പറയുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൂമി കത്തിക്കുന്നതല്ല. അങ്ങനെ പറയുന്നതിന്റെ തലയിൽ നെല്ലിക്കത്തളം വെക്കേണ്ട സമയമായെന്ന് ഞാൻ പറയത്തുള്ളൂ. സൂര്യനില്ല, ചന്ദ്രനില്ല. ഇനി അവർ പറയുന്ന വേറൊരു കാര്യം, സമുദ്രവുമില്ല. സമുദ്രമില്ല. എന്തോ ഈ സമുദ്രം? ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ബൈബിൾ ഇതൊരു സ്റ്റഡി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഒരുപാട് നമ്മൾ വേദോസം മുഴുവൻ എടുത്തത് മനസ്സിലാക്കിപ്പിക്കുന്നു. പക്ഷെ ഇന്ന് എനിക്കിതെല്ലാം കൂടെ പറയാനുള്ള സാവകാശമില്ല. പക്ഷെ ഞാൻ എന്താണ് സമുദ്രം എന്ന് ജസ്റ്റ് 1-2 വാക്കുകളിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, നീ അതിന്റെ 17-ന്റെ 15 നിങ്ങൾക്ക് വേണ്ടി വായിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരവും ജാതികളും ഭാഷകളും അത്രേ. ശ്രദ്ധിച്ചു നോക്കി, സമുദ്രമാണ്. നീ ഇരിക്കുന്ന വെള്ളം വംശങ്ങളും പുരുഷാരവും ജാതികളും ഭാഷകളും അത്രേ. അപ്പം ഞാൻ പറഞ്ഞ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. നീ ഇരിക്കുന്ന ആ സ്ത്രീ ഇരിക്കുന്ന വെള്ളം എന്തുവാ? ഇന്ത്യൻ മഹാസമുദ്രമോ പസഫിക് ഓഷനോ ഒന്നും അല്ല, അറ്റ്ലാന്റിക് സമുദ്രം അല്ല. ആ വെള്ളം എന്ന് പറയുന്നത് വംശങ്ങളാണ്, ട്രൈബ്സ്, നേഷൻസ്, പുരുഷാരമാണ്, ജാതികളാണ്, ഭാഷക്കാരാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വെള്ളം എന്നതുകൊണ്ട് വേദപുസ്തകാർത്ഥമാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ തിയോളജൻസ് പറയുന്നതല്ല കേൾക്കട്ടെ, ബൈബിളിനെ ബൈബിൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അത് കൃത്യമാണ്. ഈ വചനത്തെ അങ്ങനെ പൊരുൾ തിരിക്കുന്നവരും പറയുന്ന മണ്ടത്തരങ്ങൾക്ക് ഒരു അളവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. ഭയങ്കരമായിട്ട് വേദപുസ്തകത്തെ ഭയങ്കരമായിട്ട് അരച്ച് കലക്കി കുളിച്ചവർക്ക് ഈ സാധനം വരുമ്പോൾ ഒട്ടനെ വായി വരുന്ന ഞങ്ങൾ വിശദീകരിക്കും. ഇവിടെ സമുദ്രം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ബൈബിൾ നോക്കണം. ഇനി 13-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം നോക്കി, വെളിപ്പാട് 11-1, 10 കൊമ്പും, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നുണ്ട്. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. സീൽന്ന് വരിക. ഏത്? 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും ഉള്ള ഒരു തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത്. അപ്പൊ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നേഷൻസ്, ജാതികൾ. വേദോസത്തിൽ 2 വാക്യമായല്ലോ. ഓക്കെ, ഇനി എടുക്കാം. ഇതുപോലെ ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ പറഞ്ഞു, ദ 4 winds of heaven, 4 കാറ്റുകൾ സ്ട്രോ അപ്പോൺ ദ ഗ്രേറ്റ് സീ, ആ വലിയ സമുദ്രത്തിന്മേൽ അടിക്കുന്നത്. Then the beast emerges from among the nations and the political powers. അതായത് I'm very sorry, the 4 winds of heaven straw upon the great sea, the 4 great beasts came up from the sea. 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പൊ 4 മൃഗങ്ങൾ നേഷൻസിൽ നിന്ന് എമർജ് ചെയ്ത് വരിക. ബാബിലോൺ, മേദിയ, പേർഷ്യ, ഗ്രീക്ക്, റോം, ഈ 4 രാജ്യങ്ങൾ. ഈ 4 രാജ്യങ്ങൾ എവിടെ നിന്നും? സമുദ്രത്തിൽ നിന്ന് വരിക. അപ്പൊ സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഏതോ കടലിൽ, അറബിക്കടലിൽ നിന്ന് വരുന്നല്ല, അത് ജാതികളുടെ നടുവിൽ നിന്ന് വരുന്ന നേഷൻസാണ്. അപ്പം ബൈബിളില് സമുദ്രം എന്ന് പറയുമ്പോൾ ഉടനെ അത് അക്ഷരാർത്ഥത്തിൽ സമുദ്രമാണെന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജനത്തിന്റെ നടുവിൽ അസത്യങ്ങൾ പഠിപ്പിക്കുന്നു, തെറ്റിദ്ധാരണകൾ പഠിപ്പിക്കുന്നു എന്നാണ്. സമുദ്രമില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, പിന്നെ അവിടെ മീൻ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല, ബീച്ചിൽ പോയി കിടക്കാൻ പറ്റത്തില്ല, അവിടെ പോയി എന്തോ സാധനം ഉണ്ടല്ലോ, ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെല്ലോ വ്യാഖ്യാനം എന്നറിയും. സമുദ്രത്തിൽ പിന്നെ കപ്പലിന്റെ ആവശ്യം വരുന്നില്ല, അവിടെ മൊത്തം കരയായിരിക്കും, മീനില്ല. അപ്പൊ അവിടെ നമുക്ക് മീൻ കറി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ആകാശ പുതിയ ഭൂമി, മീൻ കിട്ടൂല, പിന്നെ ഉണക്കമീനായി അറിയത്തില്ല എനിക്ക്. ഇങ്ങനെയൊക്കെ ഉള്ള സമുദ്രം ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ സമുദ്രം ഒന്നാന്ന് എൻ്റെ അർത്ഥം. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ ഉടനെ ഈ ആകാശ ഭൂമി കത്തിച്ച് കളയുമെന്നാണ്. ഓക്കെ, സമുദ്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി വാക്യം വേണം. യെശയ്യാവിന്റെ പ്രവചനം 13:4 നോക്കിട്ടെ. യെശയ്യാ 13:4. ജസ്റ്റ് ഐ വാണ്ട് ടു ടേക്ക് ദ റിവേഴ്സ്. 13:4 ഇങ്ങനെയാണ് പറയുന്നത്, ദേശത്തെ ഒക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്ത് നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയുടെ
കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ നോക്കട്ടെ. 13:4 വാക്യം, സോറി, 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം, സൈന്യങ്ങളുടെ യഹോവ യുദ്ധ സൈന്യത്തെ പരിശോധിക്കുന്നു. ഇവിടെ അതിന് കൊടുത്തിരിക്കുന്നത് ദ നോയ്സ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ഇൻ ദ മൗണ്ടൻസ്, ദ tumultuous noise of the kingdom of nation gathered together. ഇവിടെ ആ ഭാഷ അല്ലെങ്കിൽ ആ പറയുന്നത് ഒരു ജനസമുദ്രവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ യെശയ്യാവ് 17:12 പറഞ്ഞു, vow to the multitude of many people which makes a noise like a noise of the seas. സമുദ്രത്തിലെ ആരവം പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്ന നേഷൻസ് എന്ന് പറയുന്നു. അപ്പം അവിടെ സമുദ്രവുമായി ബന്ധപ്പെട്ട് എന്തിനെ പറയുന്നു? നേഷൻസിനെ പറയുന്നു. യെശയ്യാവ് 57:20 പറയുന്നത്, ദ വിക്കഡ് ആർ ലൈക്ക് ദ ട്രബിൾഡ് സീ. കലകി മറിയുന്ന സമുദ്രം പോലെയാണ് ദുഷ്ടന്മാർ. വെൻ ഇറ്റ് കനോട്ട് റെസ്റ്റ്, അവർക്ക് റെസ്റ്റ് ഇല്ല. ആൻഡ് ഹൂസ് വാട്ടേഴ്സ് കാസ്റ്റ് അപ്പ് മിർ ആൻഡ് ഡേർട്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മയർ ആൻഡ് ഡേർട്ട്, അഴുക്കുകളും നൊരഞ്ഞു പൊന്നഞ്ഞു പൊങ്ങുന്ന സമുദ്രം പോലെയാണ് ഈ ദുഷ്ടന്മാരെന്ന് നമുക്ക് യെശയ്യാ 57:20 കാണും. അപ്പം ഈ സമുദ്രവുമായിട്ടും ട്രബിൾഡ് വാട്ടേഴ്സുമായിട്ടും ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇതെല്ലാം നേഷൻസിനെയും അവരുടേതായ കലാപങ്ങളെയും മറ്റിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ വേദോസത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങളെ കുറിച്ച് പറയുന്നു. നേരത്തെ നമ്മൾ വായിച്ച പോലെ വേശ്യാസ്ത്രീ സമുദ്രത്തിന്റെ ആ വെള്ളങ്ങളുടെ മീതെ ഇരിക്കുന്നത് കാണുന്നു. അതുപോലെ തന്നെ ദുഷ്ടന്മാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവേഴ്സ്, ദൈവജനത്തിനെതിരെ കടന്നു വരുന്ന മറ്റിതര ജാതികളും രാജാക്കന്മാരെയും അവരുടെ ആധിപത്യങ്ങളെയൊക്കെ ഈ ട്രബിൾഡ് കെയോട്ടിക് സീയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ റെവലേഷൻ വെച്ചിട്ട് വേണം നമ്മൾ വെളിപ്പാട് പുസ്തകം 21:1 പോയി, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഇനി പഴയ ആകാശവും പഴയ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രമില്ല എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിലുള്ള പച്ചവെള്ളമെല്ലാം വറ്റി പോകുമെന്നല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇതിനകത്ത് പ്രധാനമായി മനസ്സിലാക്കുന്നത് ഈ ന്യൂ കവനന്റ്, അതായത് ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത് എന്ന് പറഞ്ഞാൽ ന്യൂ കവനന്റ് ആണ്, പുതിയ ഉടമ്പടി. അത് ലിറ്ററൽ അല്ല, പ്ലീസ്. ഇത് നമ്മൾ ലിറ്ററലായിട്ട് എടുക്കേണ്ടതിനെ ലിറ്ററലായിട്ട് എടുക്കണം. ഫിഗറേറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, സിംബോളിക്കലി സംസാരിക്കുന്നുണ്ട്, പാരബോളിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. പല നിലയിലാണ് വേദോസം സംസാരിക്കുന്നത്. ഇത് അറിയാത്തവരല്ല ഇത് പറയുന്നത്, ദയവായി ശ്രദ്ധിക്കുക. സാധാരണക്കാരല്ല, വേദ പുസ്തകം അറിയാവുന്ന പണ്ഡിതന്മാരെ ആളുകൾ തന്നെ പറയുന്നത് എല്ലാം കത്തിപ്പോവും. പക്ഷെ ഇവരുടെ പ്രസംഗം കേൾക്കാൻ ജനലക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും അക്സെപ്റ്റൻസാ. അപ്പൊ നമ്മളെ പോലെ ഈ വചനം പറയുന്ന കുറച്ച് പേര് ബാക്കിൽ നിന്ന് മാറി നിന്ന് ഇത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ 100% നമ്മളെ ചീത്ത വിളിക്കും, പരിഹസിക്കാത്രേ ഉള്ളൂ. അപ്പൊ പരിഹാസത്തിനും നിന്നയ്ക്കും അവമാനത്തിനൊന്നും ഒരു കുറവില്ല. അത് ഇഷ്ടംപോലെ കെട്ടുകണക്കിന് കിട്ടിയിട്ടുണ്ട്, തലമുറയായിട്ട് കൈമാറാനുള്ള കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലുണ്ട്. എന്തായാലും ലോകത്ത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നല്ല ഉപദേശകനാന്ന് പറഞ്ഞ് മരിക്കത്തില്ല, 100%. ഞാൻ മരിക്കുമ്പോഴും മിക്കവാറും ദുരുപദേശകൻ എന്ന പേരിൽ തന്നെ ഞാൻ മരിക്കത്തുള്ളൂ. അതായിരിക്കും എൻ്റെ പേര്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ അടുത്ത പിള്ളേരോട് ഈ വരുന്ന ഈ ആളുകൾ പറയുന്ന കണ്ടോ, അങ്ങനെ ഒരാളൊരു ഭയങ്കര ദുഷ്ടനായിരുന്നു, പിശാചായിരുന്നു, ലൂസിഫറിന്റെ മോനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ തന്നെ ഞാൻ മരിക്കത്തുള്ളൂ. എനിക്കറിയാം. അല്ലാതെ ഇവിടെയുള്ള ആളുകളുടെ ഭൂരിപക്ഷത്തിന്റെ പേര് സമ്പാദിച്ചിട്ട് മരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ലാഭവും ഇതിനകത്തില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. സുവിശേഷ നിമിത്തം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സുവിശേഷം നിമിത്തം എനിക്ക് ലാഭമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ മനസ്സിലാക്കിയ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുവിന്റെ മാർഗം അതാണ്. എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനോ നേടാനോ ഉള്ളതല്ല ക്രിസ്തുവിന്റെ മാർഗം. സീറോയാണ്, നത്തിങ്. പിന്നെ ആകെയുള്ളത് കുറച്ച് പേരുദോഷം മാത്രമേ ഉള്ളൂ. ആളുകൾ അത് ഇതൊക്കെ പറയുന്നുണ്ട്, അത് ആവശ്യം പോലെ. അപ്പൊ മനസ്സിലാക്കി എന്തുവാണ് ഈ നേഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു സിംബോളിക് പെർസ്പെക്റ്റീവാണ്. നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കി, സിംബോളിക്കലായിട്ടൊരു പെർസ്പെക്റ്റീവാണ്. അതായത് യഥാർത്ഥത്തിൽ ലിറ്ററലി പുതിയ ആകാശം പുതിയ ഭൂമി സമുദ്രമില്ല, ലിറ്ററൽ സമുദ്രമില്ല എന്നൊരു കാര്യമല്ല ഇവിടെ മനസ്സിലാക്കണം. മറിച്ച് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ഓൾഡ് കവനന്റില് കര കടൽ എന്ന് കാണാൻ പറ്റും. ഈ കര കടൽ എന്ന് പറയുന്ന കരയിൽ ഉടമ്പടിയുടെ ജനം, ലാൻഡ്, പ്രോമിസ് ലാൻഡ്.
അതിന്റെ വശത്ത് സമുദ്രം. ഇതാണല്ലോ നമ്മൾ കാണുന്ന ചിത്രം. ഇസ്രായേലിന്റെ നാട്ടില് ഇപ്പൊ മെഡിറ്ററേനിയൻ സീ ഒരു സൈഡില്, മറു സൈഡില് അവരുടെ ലാൻഡ്. അപ്പം ബൈബിളിൽ എപ്പോഴും ദൈവം തന്റെ ജനത്തെ ലാൻഡിലും ജാതികളെ സമുദ്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കരയിൽ താമസിക്കുന്നത് ദൈവത്തിന്റെ ഉടമ്പടി ജനവും, കരയിൽ താമസിക്കുന്നത് കടലിൽ താമസിക്കുന്ന, അല്ലെ കടല് ദൈവവുമായി ഉടമ്പടി ഇല്ലാത്ത നേഷൻസും. അപ്പൊ ഇതൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. there is a separation between covenant people and the people without covenant. രണ്ട്, there is a separation between other human beings and the people those who are in the covenant. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവരും ദൈവവുമായി ബന്ധമില്ലാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ സീയും ലാൻഡുമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്, ഈ സമുദ്രം എന്ന് പറയുന്നത് ദൈവമക്കൾക്കെതിരെ, ഉടമ്പടിയുടെ ജനത്തിനെതിരെ, ഓൾഡ് കവനന്റ് ജനത്തിനെതിരെ എപ്പോഴും ഭീഷണി മുഴക്കുകയും അവരെ ഉപദ്രവിക്കാൻ വരുന്ന ജാതികളെയാണ് നമുക്ക് ഈ സീ ആയിട്ട് അല്ലെങ്കിൽ ഓഷൻ ആയിട്ട് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണാൻ പറ്റും. മൂന്നാമത്, ഒരു കെയോട്ടിക് കവനന്റ് ഒപ്പോസിഷൻസ് എപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് എതിരെ ഉണ്ടായിരുന്നു. ചുറ്റും പാർക്കുന്ന പല ജാതികളും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ഉടമ്പടിയുടെ ജനത്തെ ഉപദ്രവിക്കാനും അവരെ നാട് പിടിക്കാനും അവരെ കൊള്ളയിടുവാനും മാക്സിമം അവര് ഉപദ്രവവും കലഹവും ഇവർക്കെതിരെ ഉണ്ടാകും. അപ്പൊ ഈ കലഹത്തിന്റെ ഒരു പ്രതീകമാണ് ഈ തിരമാല പോലെ എപ്പോഴും ഇവർക്കെതിരെ ആഞ്ഞടിച്ച് വരുന്ന ഒരു കെയോട്ടിക് സിറ്റുവേഷൻ നമുക്ക് ഈ സീയുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സമുദ്രമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇനി ദൈവത്തിന്റെ പുതുനിയമത്തിന്റെ ഉടമ്പടിയുടെ ജനത്തെ തകർക്കാൻ വേണ്ടി ഒരു മൃഗവും സമുദ്രത്തിൽ നിന്ന് ഇനി വരാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഭീഷണി അവന്റെ പുതുനിയമ സഭയ്ക്കില്ല എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അതായത് പഴയ നിമിത്തം നോക്കിയാൽ ഇസ്രായേൽ ദൈവത്തിന്റെ ജനം, ഉടമ്പടിയുടെ ജനം, അവർക്കെതിരെ ആരൊക്കെ വരുന്നുണ്ട്? ബാബിലോൺ വരുന്നു, അസീറിയ വരുന്നു, പിന്നെ മേദ്യ പേർഷ്യ വരുന്നു. മേദ്യ പേർഷ്യയുടെ കീഴിൽ അവർ അടിമകളായിട്ട് താമസിക്കുന്നു. ഗ്രീക്കുകാർ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു, റോമാക്കാർ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം കാലത്തിന്റെ തികവ് വന്നപ്പോൾ ക്രൈസ്റ്റ് എന്ന കൈതൊടാത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് വരുന്നു. ആ കല്ല് വന്നിട്ട് ഈ സാമ്രാജ്യങ്ങളെ തവിടുപൊടിയാക്കുന്നു, കാറ്റതിനെ പതറിപ്പിക്കുന്നു, ചിതറിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞ 2000 വർഷമായി അന്ന് ഇസ്രായേലിന് നേരിട്ടതുപോലുള്ള ഒരു കഷ്ടത, ഒരു പ്രതിസന്ധി, ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരാൻ ഇനി ഇല്ല. കാരണം സമുദ്രം ഇനിയില്ല. അങ്ങനെ ഒരു സെപ്പറേഷൻ ദൈവം എന്ത് ചെയ്തു? ഇവരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം 2:1 പറയുന്ന പോലെ ജാതികൾ കലഹിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കലഹം എന്നത് കാൽവറിയിൽ അവസാനിച്ചു എന്നത്, ഓൾഡ് കവനന്റ് സിസ്റ്റം പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇതും അവസാനിച്ചു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ സി എന്തെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് വലിയ ഡീറ്റെയിൽ സ്റ്റഡി അല്ലേ, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി സമുദ്രം എന്ന് പറഞ്ഞാൽ നേഷൻസ്, പീപ്പിൾ, ജെന്റൈൽ വേൾഡ് ആൻഡ് കെയോസ്. ഇത് മറക്കരുത്. ഇതാണ് സി. വാട്ടേഴ്സ്, വെള്ളങ്ങളുടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് മൾട്ടിറ്റ്യൂഡ്, പുരുഷാരം, വലിയ കൂട്ടം ആള്. നമ്മൾ പറയല്ലേ ജനസമുദ്രം എന്നൊക്കെ പറയത്തില്ലേ? അതിന്റെ അർത്ഥം സമുദ്രവും ജനമെല്ലാം കൂടെ സമുദ്രം പോലെ ഇരിക്കുന്നതല്ല, ജനത്തിന്റെ കൂട്ടം, പീപ്പിൾസ് ആൻഡ് ടങ്സ്, അതാണ് വാട്ടേഴ്സ്. ഈ കലകി മറിയുന്ന റോറിംഗ് സീ കണ്ടിട്ടില്ലേ? സമുദ്രം ഇളകി മറിയുന്ന സമുദ്രം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടർമോയിൽസും റിബലിയൻ ഓഫ് നേഷൻസും. അപ്പം സമുദ്രം ഇളകി മറിയുന്നു എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലാണ്. പിന്നെ മാത്രമല്ല നേഷൻസിന്റെ ഇടയിലുള്ള ഒരു കെയോസ് ആണ് എന്ന് നിങ്ങൾ മറക്കുന്നത്. ബീസ്റ്റ് ഫ്രം ദ സീ, ബൈബിൾ പറയുന്ന സമുദ്രത്തിൽ നിന്നൊരു മൃഗം, അത് എപ്പോഴും കിങ്ഡം എറൈസിങ് ഫ്രം നേഷൻസ്, മറ്റ് നാടുകളിൽ നിന്നും ഉയർന്നു വരുന്ന സാമ്രാജ്യങ്ങളെയാണ് അത് കാണിക്കുന്നത്. ഇനി നോ മോർ സീ, ഇനി ഒരു സീ ഇല്ല എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് കവനന്റ് ഒപ്പോസിഷൻസ് ആൻഡ് കെയോസ്. ദൈവിക ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയും, ഒരു എതിർപ്പും, ഒരു ഭീഷണിയും അവന്റെ സഭയ്ക്ക് എതിരെ വരില്ല. അവിടെ ഇവിടെയൊക്കെ ലോക്കലിൽ 3-4 പേര് കുറുടിയായിട്ട് വരുന്ന കഥയല്ല ഞാൻ പറഞ്ഞത്. ഒരു നേഷൻസും ഒരു സാമ്രാജ്യവും ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ വരത്തില്ല. അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അത് പരാജയപ്പെട്ടു. എഴുന്നേറ്റ് വന്ന സാമ്രാജ്യങ്ങളെല്ലാം ഇല്ലാതെയായി. റോമൻ സാമ്രാജ്യം ക്രിസ്തുവിന്റെ സഭ ഉപദ്രവിക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷേ ഇന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ വേര് പോലും ഇല്ലാതെ പൊടിഞ്ഞുപോയി എന്നത്, തകർന്നുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. ആ ക്രിസ്തു എന്ന പാറയിൽ ആര് വന്ന് തട്ടുന്നു അത് അതിനെ ധൂളിപ്പിക്കും എന്ന ദൈവവചനം കൃത്യമാണതുകൊണ്ട് സമുദ്രമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്നിനി ദൈവസഭയ്ക്കെതിരെ ഒരു നേഷൻസ് വരത്തില്ല, ഒരു ആന്റി ക്രൈസ്റ്റ് വരാനില്ല, ഒരു അങ്കിൾ ക്രൈസ്റ്റും വരാനില്ല, ഒരു എന്തു പറയുന്നത്
ഒന്നുമില്ല. ബി ഹാപ്പി ഓൾ ദ ടൈം. വി ആർ ലിവിംഗ് ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ദാറ്റ് ഇസ് ന്യൂ ടെസ്റ്റമെന്റ്, ദാറ്റ്സ് ന്യൂ കവനന്റ്. അല്ലാതെ ഏതൊരു ഉട്ടോപ്യ വരാൻ പോകുന്നു, പാമ്പിന്റെ വായിലകത്ത് പിള്ളേർ കൊണ്ടത് കൈയിടാൻ പോകുന്നു, സർപ്പത്തെ കയറി പിടിക്കാൻ പോകുന്നു, സിംഹത്തിന്റെ വായി കൊണ്ട് അണ്ണാക്കിലോട്ട് നമ്മുടെ കൊച്ചുങ്ങൾ പോയി കൈയിട്ടാലും കടിക്കത്തില്ല, പിന്നെ പശുവും പുലിയും കൂടെ ഒരുമിച്ചിരുന്ന് പുല്ല് തിന്നും, ഇങ്ങനെയൊക്കെയുള്ള ഉട്ടോപ്യയും കൊണ്ട് നിങ്ങൾ ജീവിക്കാതെ ദൈവത്തെ ഓർത്ത് നമ്മൾ പുതിയ ആകാശം എന്താണ്, പുതിയ ഭൂമി എന്താണ്, യേശുവിന്റെ രാജ്യം എന്താണെന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കൂടുതൽ ഈ മാതിരിയുള്ള ഉപദേശങ്ങളുടെ പുറകെ പോകാതെ സത്യസന്ധമായി യേശുക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യത്തോടെ, ക്രിസ്തുവാണ് നമ്മുടെ ലാൻഡ്, വി ആർ ലിവിങ് ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് മൈ ലാൻഡ്, ക്രൈസ്റ്റിന്റെ ബോഡിയാണ് എൻ്റെ വാസസ്ഥലം, ഞാൻ അവനിൽ വസിക്കുന്നു, അവൻ എന്നിൽ വസിക്കുന്നു. ഇതൊരു റിയാലിറ്റിയാണ്, സ്പിരിച്വൽ റിയാലിറ്റിയാണ്. മനസ്സിലാക്കി ജീവിപ്പാൻ ഇടവരുത്തട്ടെ. എന്നോട് ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സഹോദരന് ബോധ്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റിതര ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് വീഡിയോസിലൂടെയും തുടർന്ന് പറയാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ടും ഇതുപോലെയുള്ള അസത്യങ്ങൾ കേട്ട് ഭൂമി കത്താൻ പോകുന്നു, എല്ലാം വെരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക. കേൾക്കത്തില്ല, ആദ്യം പറയും ജോൺ ലോറൻസ് ആണ് കേൾക്കേണ്ടതെന്ന് പറയും. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഇവര് ആരെ കേൾക്കണ്ടെന്ന് പറഞ്ഞോ നിങ്ങൾ അവരെ പോയി കേൾക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ മതം, ആ ആളുടെ പ്രസംഗം കേൾക്കരുത് നിങ്ങളോട് ആരെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞാൽ ആ ആളുടെ പ്രസംഗം നിങ്ങൾ കേൾക്കണം. കാരണം ആ മെസ്സേജ് ഇവരുടെ നിലവിലുള്ള സംവിധാനത്തെ പൊളിക്കുന്നതാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് ആരെങ്കിലും വിലക്കുന്നെങ്കിൽ ഓർത്തോണം, അത് സംതിങ് ഈസ് ഡിഫറെന്റ്, സംതിങ് അവർക്ക് എന്തോ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് കീപ് ഓൺ ഷെയറിങ് ദി മെസ്സേജ് ടു എവരി വൺ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ ലോകമെമ്പാടും, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും, ഏറെക്കുറെ ധാരാളം രാജ്യങ്ങളിൽ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കുക, നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുക. ദൈവരാജ്യം വളരട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.